അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ നമ്മളുടെ കുടുംബങ്ങൾക്കും നമ്മളുടെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എന്തു പറയണം, ഈദ് മുബാറക്. അത് എന്താ പറയാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഈദ് മുബാറക്. ശരിക്കും പറഞ്ഞാൽ നമുക്കും ഇന്ന് പെരുന്നാൾ വേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നിവിടെ പെരുന്നാളില്ല. ഒരുപാട് പേര് ഇന്നലെ വീഡിയോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നാ പെരുന്നാൾ ചോദിച്ചിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാവുമെന്ന്. പക്ഷെ എന്തോ അറിയില്ല, ഞങ്ങൾക്ക് 30 നോമ്പും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് 30 നോമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അധികം 30 അല്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 30 ഉണ്ട്. നമുക്ക് ശരിക്കും ശനിയാഴ്ചയാണ് നമുക്ക് പെരുന്നാള്. ശരി, ഒരു നോമ്പ് എക്സ്ട്രാ കിട്ടി, അതും അത്രയും നല്ലതല്ലേ പറഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ എന്താ കണ്ടില്ല മാസം, ഇന്നലെ മാസപ്പിര ഇവിടെ കണ്ടിട്ടില്ല. കാരണം 2 ഉണ്ട്, ഫുള്ള് മഴയാണ് ഗൈസ്. ഇവിടെ 2 ദിവസമായിട്ട് നിലത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. വൈകുന്നേരം അതിന് ഭയങ്കര ഇടിയും മഴയും. അപ്പൊ ആ മഴ നമ്മള് വൈകുന്നേരത്തന്നെ ഉണ്ടായിരുന്നു മേലെ മഴക്കാരനെ, അപ്പോഴും മഴ പെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് ഇതില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോ വിചാരിച്ചു നമുക്ക് എങ്ങനെയാലും ശനിയാഴ്ചയാണ് പെരുന്നാൾ വരുള്ളൂ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് നോമ്പാണ്, നമുക്ക് പെരുന്നാളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്കും പെരുന്നാൾ ആഘോഷിക്കാം അല്ലെ. എനിക്കിന്നും പെരുന്നാൾ ആഘോഷിക്കാം, നാളെയും പെരുന്നാൾ ആഘോഷിക്കാം. പക്ഷെ നമ്മൾക്ക് എന്തായാലും നമ്മൾ എവിടെയാ ജീവിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നാളെയാണ് പെരുന്നാള്. ഇന്ന് എല്ലാവരും നമുക്ക് രണ്ടാൾക്കും നോമ്പാണ്. ഇപ്പൊ നമ്മൾ അത്താഴത്തിന് പോയി ലാസ്റ്റ് ദിവസം എല്ലായിടത്തും ഫുഡൊക്കെ ഉണ്ടാക്കി പോയി വാങ്ങി കഴിച്ചിട്ട് വന്ന് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എവിടേക്ക് ചോദിച്ചാല് നമ്മളിന്ന് മാർക്കറ്റിലേക്ക് പോവാണ്. നാളെ പെരുന്നാളായത് കാരണം കൊണ്ട് കുറച്ച് പൂവൊക്കെ വാങ്ങാനുണ്ട്. കാരണം നാളെ രാവിലെ പോയി വാങ്ങണമെന്ന് പറഞ്ഞാൽ അലാഖിന്റെ പൈസ കൊടുക്കണം. ഒരുപാട് പൂവിന് നല്ല പൈസ കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഏകദേശം സമയം ഒരു 6 മണി ആകുമ്പോണ്ട് ഇപ്പൊ ഒരുവിധം പൂവും ലോഡുകളൊക്കെ ഏകദേശം വന്നിട്ടുണ്ടാവും മാർക്കറ്റിന്റെ ഉള്ളില്. അതുമല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒരുപാട് നേരത്തെ വരും. അപ്പൊ എന്തായാലും നാളെ വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ നമുക്ക് പിന്നെ പൂവൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ്. ഉച്ചക്ക് പോയാലും നടക്കില്ല, വില അധികമായിരിക്കും ഉച്ചക്ക് പോയാലും. ഇപ്പൊ പോകുമ്പോൾ ഇന്നത്തെ പൂ ഫ്രഷ് പൂവ് കൊണ്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് മാർക്കറ്റിലാണ് ഇപ്പൊ ഉള്ളത്. ഭയങ്കര രാവിലെ ഫ്രൂട്ട്സുകൾ എല്ലാത്തിൻ്റെയും ലോഡ് രാവിലെ ഒക്കെ ഉണ്ടാവും. ഇതേപോലെ അപ്പൊ നമ്മള് പൂവ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പൂവ് ലോഡുണ്ട്. ഇതൊക്കെ പോണമോ അപ്പടി പോണമോ ശരിയാ? ശരി വാ. చెప్పు डाली ताली चटनी रोसा गुंडमड़ी उन्ना सेंटर 150 150 अम्मा क्या पात्र एटपू उरूपू 20,000 देख लो 2 अड़कल இல்லையா? மறிக்குழந்து எடுத்து யூஸ் பண்றாங்க. மறிக்குழந்து இருக்கு, அண்டர்கிரவுண்ட்லாம் கட்டிருக்காங்க. நாரங்க அதுக்கு எவ்வளோ வேணுமா? காயா இருக்கு வேணாமா? அதை வச்சு என்ன பண்ணுறது? நான் 7 நிமிஷத்துல மாற போட்டுருக்கா.
Guys, നമ്മുടെ പൂവില്ലേ அங்கே அந்த ஆள் ஒரு ஆள் வச்சிருப்பான் ஆளே காணாம உள்ளெல்லாம் அதுக்கு மேலே இருக்காது பைத்தியமே அங்கெல்லாம் நல்லா ஜாஸ்தியாக தானே இருக்கும் ஓ மறுபடியும் வரணும் சார் அதெல்லாம் வேணவே வேணாம் போயிரு பேசாமல் மாலை டிசைன் மட்டைக்கு பின்னாடி பூலை வைக்காது குட்டுமல்லி எவ்வளோ சென்ட்டு எடுத்துட்டாங்க அதெல்லாம் அதான் எல்லாம் உள்ளே வந்துச்சு போகாது எல்லா கடையும் எடுத்துட்டாங்க சொல்லி வாங்கிட்டு போனவா முட்டை வா 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 என்னது அவ்வளோதான் எடுத்துட்டாங்க போதும் இந்த இடத்தெல்லாம் என்ன இந்த இது போனா தானே 150 இது முட்டை இருக்குல்ல என்ன பண்ணுற இது பார்க்க மட்டும் இவங்கள முட்டை இருக்குது கேட்டு பேர் கம்மி தான் வராதம்மா நாளைக்கு இல்லை குண்டுமல்லி கம்மியாக இருக்கணும் பூவே 130 ரூபா கட்டுக்குள் தாங்க நேரம் வருவா இது 350 ரூபா ஏன் அப்படி 1/2 கிலோ எத்தனை சென்ட் இருக்குதுல்ல 7.5 சென்ட் வருது 200 ரூபான்னு சொல்லு டிசைனாக இருக்கு அதான் அந்த டிசைனுக்கு வைக்கிறது தானே கல்யாணத்துக்கு நல்லா இருக்கு டிசைன் நல்லா இருக்கு உங்களுக்கு விளாண்டாமோ வாங்கி வச்சுக்கோ என்ன இது அந்த பூக்கள் எல்லாம் தாமரை போது அது எதுக்கு பக்கத்தில் தான் இருக்கும் ஆனால் கட்டுறாங்க மொத்தத்தில் வாங்கியிருக்காங்க அந்த வரைக்கும் மொத்தத்தில் வாங்கிட்டு அந்த அம்மா தான் மொத்தத்தில் வாங்கிட்டு